അവിടുത്തെ അവസ്ഥ എനിക്ക് മനസ്സിലായി. 2-3 ദിവസം കൂടി ക്ഷമിച്ചേ പറ്റൂ. കഴിഞ്ഞ അമാവാസിക്കാണ് ഗൗരിക്ക് ശക്തി കൂടിയത്. അതിന്റെ കാരണം ഇപ്പോഴും അജ്ഞാതമാണ്. പ്രകൃതിയിലുണ്ടായ ഏതെങ്കിലും മാറ്റമാണോ, അതോ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു ശക്തി ഗൗരിയുടെ ആത്മാവിന്റെ രക്ഷയ്ക്കായി നിൽക്കുന്നുണ്ടോ എന്നും അറിയാൻ കഴിയുന്നില്ല. എന്ത് ശക്തി അവളെ സംരക്ഷിച്ചാലും അതിനെയെല്ലാം നമുക്ക് നശിപ്പിച്ചേ പറ്റൂ. വീട്ടിലൊരു ദുരാത്മാവ് വാഴുകയെന്നത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. അതെത്ര പ്രിയപ്പെട്ടവരുടെ ആയിരുന്നാലും വീട് വിട്ട് പോയേ മതിയാവൂ. ഈ ലോകം ജീവിച്ചിരിക്കുന്നവർക്കുള്ളതാ. മരിച്ചവർ പരലോകത്തേക്ക് പോണം. ആയുസ് എത്താതെ പടുമരണം സംഭവിച്ചവർ, ആഗ്രഹങ്ങൾ ഒടുങ്ങാതെ കൊല്ലപ്പെട്ടവർ, അവർ സ്നേഹിക്കുന്നവരുടെ ഓർമ്മകൾ, ഇതെല്ലാം ആത്മാവിനെ ഈ ഭൂമിയിൽ തന്നെ പിടിച്ചു നിർത്തും. ഇതിൽ ഉപദ്രവം ഉണ്ടാക്കുന്ന ബാധകളെ ഉച്ചാടനം ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. അതെ, അതുകൊണ്ടാ ഞാൻ നേരിട്ട് ഇവിടേക്ക് വന്നത്. ഗൗരിയുടെ ആത്മാവിനെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിച്ചു തരണം. എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് ആ ആത്മാവ് പോണം. 2 ദിവസം കഴിഞ്ഞാൽ പൗർണമിയായി. അമാവാസി ദിനത്തിൽ അതിശക്തിയായി മാറിയ ആത്മാവിന്റെ ഉഗ്രശക്തി പൗർണമി നാളിൽ ക്ഷയിക്കും. അന്ന് നടത്തുന്ന പൂജയിൽ ഗൗരിയുടെ ആത്മാവ് എന്നേക്കുമായിട്ട് നശിക്കും. ഞാൻ ഒരു സ്ഥലത്തും പോയി പൂജാകർമ്മങ്ങൾ ചെയ്യാറില്ല. ഇത് പക്ഷേ പല പ്രാവശ്യം പരാജയപ്പെട്ടതുകൊണ്ടും ആത്മാവ് അതിശക്തി ആയതുകൊണ്ടുമാണ് ഞാൻ തന്നെ നേരിട്ട് വരാമെന്ന് പറഞ്ഞത്. പൂജയ്ക്ക് തടസ്സമാകുന്ന ഒരു കാര്യങ്ങളും അന്ന് അവിടെ സംഭവിക്കാൻ പാടില്ല. അതെല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം. മരിച്ചുപോയ ഗൗരിയുടെ ഭർത്താവ് പൂജയ്ക്ക് പങ്കെടുക്കേണ്ടതില്ല. അയാൾ അവിടെ ഉണ്ടെങ്കിൽ പൂജ മുടങ്ങാൻ സാധ്യതയുണ്ട്. പൂജ നടക്കുന്ന അന്ന് മഹിയെ ഞാൻ വീട്ടിൽ നിന്ന് മാറ്റിക്കോളാം. പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളിൽ ഒരു കുറവും വരാതെ നോക്കിക്കോണം. അതെല്ലാം ഞാൻ വേണ്ട രീതിയിൽ ചെയ്തോളാം. ഒരു കുറവും വരില്ല. ഗുരുവമ്മ നേരിട്ട് വന്ന് ഞങ്ങളുടെ സങ്കടത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തന്ന മാത്രം മതി. ധൈര്യമായിട്ടിരുന്നോളൂ. ഇത്തവണ ഉഗ്രപൂജയാണ് നടത്താൻ പോകുന്നത്. ഈ പൗർണമിയിൽ കിഴക്ക് ചന്ദ്രോദയമാകുമ്പോൾ മന്ത്രജപം തുടങ്ങും. 4 നാഴികയും 6 വിനാഴികയും കഴിയുമ്പോൾ ശക്തി ക്ഷയിച്ച് ഗൗരിയുടെ ആത്മാവ് കളത്തിലെത്തും. രാത്രിയുടെ 7-ാം യാമത്തിൽ ആ ദുരാത്മാവിനെ ഉച്ചാടനം ചെയ്തിരിക്കും. ഗൗരിയുടെ ആത്മാവ് എന്നേക്കുമായിട്ട് നശിച്ചിരിക്കും. നകുലോ? അതേണ്ടി. ഇതെന്താ ഇപ്പൊ ഇങ്ങോട്ട്? ശ്രേയല്ലേ? അവളകത്തുണ്ട്. ഞാൻ ഗംഗയൊന്ന് കാണാൻ വന്നതാ. ഗംഗയുടെ മനസ്സിൽ കയറി പറ്റാനുള്ള വഴി നോക്കുകയാണല്ലേ? മഹിയുടെ മാളുവിന്റെ ഭാഗത്തുനിന്ന് പലതരത്തിലും കല്യാണം മുടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്ന ശ്രേയ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അതുണ്ടാവും.
എന്നാലും ഗംഗയുടെ മുത്തശ്ശി നകുലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നിടത്തോളം ആരൊക്കെ ശ്രമിച്ചാലും നിങ്ങളുടെ വിവാഹം മുടക്കാൻ പറ്റില്ല. അത് ശരിയാ. പക്ഷെ പെണ്ണിന്റെ മനസ്സ് മാറിയ പിന്നെ മുത്തശ്ശി മുത്തശ്ശനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതും ശരിയാ. ഗംഗയുടെ മനസ്സിൽ നകുലിനൊരു സ്ഥാനം ഉണ്ടായാ പിന്നെ ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് അതിന്റേതായ സ്വാതന്ത്ര്യം നകുലിന് കിട്ടുമല്ലോ. ഇതിന്റെ ബലത്തിലാ ഞാൻ ഈ പടി ചവിട്ടുന്നത്. ഇവിടെ എനിക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങൾ വേണം ചെയ്തു തരാൻ. അവളെ ഇവിടുന്ന് പുറത്താക്കാൻ എല്ലാ സപ്പോർട്ടോടും കൂടി നകുലിനൊപ്പം ഞങ്ങളുണ്ടാവും. നകുല് ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോ. ഈ വീട്ടിലെ അവസാനത്തെ വാക്ക് എന്റെ നാത്തൂന്റെയാ. കൈലാസം വീട്ടിൽ ദേവയാനി പറയുന്നതിനപ്പുറം ഇവിടെ ഒന്നും നടക്കില്ല. നകുലിന്റെ ഗംഗയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാൻ എന്ത് സഹായവും നാത്തൂൻ ചെയ്തു തരും. ആ മതി. നിങ്ങളുടെ അകമഴിഞ്ഞ സ്നേഹ എന്നെ പോലുള്ളവരെ വളർത്തുന്നത്. ഇതെന്നും ഉണ്ടായാ മതി. ഉണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറ്റുന്ന അത്രയും സമയം ഗംഗയോടൊപ്പം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ അവളുടെ മനസ്സില് നല്ലൊരു സ്ഥാനം നേടിയെടുക്കാം. നകുൽ എത്ര സമയം വേണമെങ്കിലും ഇവിടെ നിന്നു. ഇനിയിപ്പൊ എന്തെങ്കിലും പറഞ്ഞ് നകുലിനെ ഇവിടെ താമസിപ്പിക്കണമെങ്കിൽ അതിനുള്ള വഴി ഞാൻ കണ്ടെത്തും. പോരെ? വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന് വെച്ച് പെണ്ണിനും ചെക്കനും ഒരു വീട്ടിൽ തന്നെ കഴിയാൻ ആരെങ്കിലും സമ്മതിക്കോ? എന്റെ മോള് ശ്രേയയും മഹിയും തമ്മിൽ കല്യാണ നിശ്ചയം വരെ കഴിഞ്ഞവരല്ലേ. അവരിവിടെ അല്ലേ താമസിക്കുന്നത്? അത് പക്ഷേ നിങ്ങൾ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ അല്ലേ. അതുപോലാണോ ഞാൻ? അതൊന്നും നകുലി ചിന്തിച്ച് പാടുപെടണ്ട. അതിനൊക്കെ ഞങ്ങൾ കാരണം കണ്ടെത്തിക്കോളാം. തൽക്കാലം വന്ന പണി നടക്കട്ടെ. വെറുതെ നമ്മളിവിടെ ഒന്ന് സംസാരിച്ച് സമയം കളയണ്ട. ആരെങ്കിലും കണ്ടോണ്ട് വന്നാലേ പിന്നെ അത് മതി. നമ്മുടെ പ്ലാനും പദ്ധതി എല്ലാം പൊളിയും. വേഗം ചെന്ന് ഗംഗയെ വളയ്ക്കാൻ നോക്ക്. എന്താ ആന്റിയാള് കൊള്ളാലോ. എത്ര പെട്ടെന്നാ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതും വേണ്ട പ്രോത്സാഹനം തരുന്നതും. പ്രായം എത്രയൊക്കെ ആയില്ലേ. ജീവിതാനുഭവത്തിന്റെ ആണെന്ന് കരുതിയാ മതി. നകുല് വാ, ഗംഗ എവിടെയാണെന്ന് നോക്കാം. വാ. ഗംഗേ. ആന്റി, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ഞാൻ ശിവക്ഷേത്രത്തിൽ പോയിരുന്നു. നമുക്ക് വേണ്ടി ചില പൂജകൾ നടത്തിയതിന്റെ പ്രസാദം ഗംഗയ്ക്ക് തരാൻ വേണ്ടി വന്നതാ. ഓ, നകുലിന്റെ ഒരു സ്നേഹം നോക്കിയേ. നിന്റെ ഭാഗ്യം ഗംഗേ. എക്സാമ്പിൾ പറഞ്ഞ എനിക്ക് കൈലാസത്തിൽ പോണമെന്നും മഹാകൈലാസ പരിക്രമണം നടത്തണമെന്നും മാനസ സരസിന്റെ തീരത്തിരിക്കണമെന്നും കുട്ടിക്കാലം മുതലേ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഗംഗയ്ക്കുണ്ടോ? എന്റെ ശ്രീ മഹേശ്വര, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് എനിക്കിനി ആരോടും പറയാൻ പോലും പറ്റില്ലല്ലോ. ഗംഗ എന്താന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. മഹാദേവന്റെ കൈലാസത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഈ കൈലാസം വീട്ടിലെത്താൻ പറ്റിയല്ലോ. എന്റെ ഗംഗയെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയല്ലോ. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഇന്നിനി കുറച്ചു നേരം എന്റെ കൂടെ നിന്നാ മതി. അടുക്കള ജോലിയൊക്കെ അവര് ചെയ്തോളും. അത് ഞാൻ പറയാം. അയ്യോ, അത് വേണ്ട. എന്നാ ഗംഗ വരും, നമുക്ക് അപ്പുറത്തേക്ക് ഇരിക്കാം. ഞാൻ ഗംഗയ്ക്ക് മറ്റൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്.
ഞാൻ കൊണ്ടുവന്ന സമ്മാനം എന്താണെന്ന് അറിയാൻ ഗംഗയ്ക്ക് ആകാംക്ഷയില്ലേ? എന്താ ഗംഗയൊന്നും പറയാത്തെ? നമ്മുടെ വിവാഹത്തെക്കുറിച്ചും അത് കഴിഞ്ഞുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ചും എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. സത്യം പറഞ്ഞാലേ എനിക്കൊരു നിമിഷം പോലും ഗംഗയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്നായിട്ടുണ്ട്. അതുകൊണ്ടാ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഗംഗ എന്നെ സ്നേഹിച്ചു തുടങ്ങിയോ എന്നെനിക്കറിയില്ല. വിവാഹ നിശ്ചയം നടന്നവരാ നമ്മള്. എന്നിട്ടും ഗംഗയുടെ മനസ്സിൽ എനിക്കിപ്പോഴും ഒരു സ്ഥാനമുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ഗംഗ എന്തൊന്നും പറയാത്തെ? ഒന്നുമില്ല. എനിക്കെന്താ പറയണ്ടെന്നറിയില്ല. എനിക്ക് മനസ്സിലാവും. നമ്മുടെ കാര്യങ്ങൾ ഒരു സ്വപ്നം പോലെ പെട്ടെന്ന് സംഭവിച്ചതാണ്. അതുകൊണ്ട് അതെല്ലാം ഗംഗയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്പം സമയമെടുക്കും. അതല്ലേ? അത് സാരമില്ലടോ. ഗംഗയുടെ സ്നേഹത്തിന് വേണ്ടി ഈ ജന്മം മുഴുവൻ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. അത്രയ്ക്കിഷ്ടമാണ് എനിക്ക് ഗംഗയെ. പണ്ട് ശന്തനു മഹാരാജാവ് ഗംഗാദേവിയെ കണ്ട് മോഹിച്ച് തന്റെ സിംഹാസനം വരെ ഉപേക്ഷിക്കാൻ തയ്യാറായെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഈ ലോകത്ത് എനിക്ക് സ്വന്തമായത് എന്തും ഞാൻ എന്റെ ഗംഗയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കും. പക്ഷെ ഇങ്ങനെ മിണ്ടാതെ നിന്ന് അന്ന് ശന്തനു മഹാരാജാവിനോട് ഗംഗാദേവി പറഞ്ഞതുപോലെ കണ്ടീഷനൊന്നും പറയരുത്. ഗംഗാദേവി അന്ന് പറഞ്ഞത് എന്ത് കണ്ടീഷനാണെന്ന് അറിയാമോ? ഇല്ല. തന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുകയോ തടയുകയോ ചെയ്യരുത്. തടഞ്ഞാ ആ നിമിഷം തിരികെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് എന്നോട് പറയാനുണ്ടോ? ഇല്ല. പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അന്ന് ഗംഗാദേവി ശന്തനു മഹാരാജാവിനൊപ്പം താമസിച്ചെങ്കിലും അവർക്കുണ്ടായ കുഞ്ഞുങ്ങളെ മഹാരാജാവിനെ കാണിക്ക പോലും ചെയ്യാതെ നദിയിൽ ഒഴുക്കി കളഞ്ഞു. ഒന്നും ചോദിക്കില്ലെന്ന് വാക്കു കൊടുത്തിരുന്നതുകൊണ്ട് രാജാവ് ആകെ ധർമ്മസങ്കടത്തിലായി. 7 മക്കളെ ഒഴുക്കിക്കളഞ്ഞ ഗംഗാദേവി 8ാമത്തെ മകനെ ഒഴുക്കാൻ കൊണ്ടുപോയപ്പോ രാജാവ് തടഞ്ഞു. അപ്പൊ ദേവി ആ മകനെ രാജാവിന് സമ്മാനിച്ച് താൻ ഗംഗാദേവിയാണെന്നും ഒഴുക്കിക്കളഞ്ഞ 7 മക്കൾ സപ്തഋഷികളായിരുന്നുവെന്നും അവർക്ക് ശാപമോക്ഷം നൽകാൻ മനുഷ്യ സ്ത്രീയായി വന്നതാണെന്നും പറഞ്ഞു. അങ്ങനെ 8ാമത്തെ പുത്രനെ രാജാവിന് നൽകി. ദേവി മറഞ്ഞുപോയി. ദേവിയുടെ ആ മകനാണ് ഭീഷ്മർ. ശ്രീ മഹേശ്വരന്റെ തിരുജടയിൽ നിന്നും ഗംഗാദേവി മനുഷ്യ സ്ത്രീയായി വന്ന് സപ്തഋഷികൾക്ക് ശാപമോക്ഷം കൊടുത്ത കഥ പണ്ട് മുത്തശ്ശി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ദേവിക്കൊരിക്കലും ശ്രീ മഹേശ്വരനെ വിട്ടു നിൽക്കാൻ സാധിക്കില്ല. അതാ ദേവി തിരികെ പോയത്. ദേവി എന്നും ശ്രീ മഹേശ്വരന്റെ തിരുനടയിൽ തന്നെ ഉണ്ടാവും. ഗംഗാദേവി എന്നും മഹേശ്വരന്റേതാണ്. പക്ഷേ രാജാവ് മണ്ടത്തരം കാണിച്ചിട്ടല്ലേ ദേവി പോയത്. എന്റെ ഈ ഗംഗാദേവിയെ ഒരു കാരണത്തിന്റെ പേരിലും ഞാൻ നഷ്ടപ്പെടുത്തില്ല. ഗംഗയ്ക്ക് ഞാൻ കൊണ്ടുവന്ന സമ്മാനം കാണണ്ടേ? ഇത് ഗംഗയ്ക്ക്. ഞാനിത് ഗംഗയുടെ കഴുത്തിലിട്ട് തരട്ടെ? വേണ്ട. അതെന്താ? ഞാനിതൊന്നും ഇടാറില്ല. ഞാൻ സന്തോഷത്തോടെ തരുന്നതല്ലേ. ഗംഗ ഇട്ടോളൂ. അല്ലെങ്കിൽ ഞാനിട്ട് തരാം. അയ്യോ വേണ്ട. എന്താ ഗംഗ ഇത്? നകുല് സ്നേഹത്തോടെ തരുന്നതല്ലേ? നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ നകുല് സമ്മാനമൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നേ. അപ്പൊ അത് സ്വീകരിക്കണം. നകുൽ അത് ഗംഗയുടെ കഴുത്തിലിട്ട് കൊടുത്തോളൂ.
മഹേട്ട് വന്നു. ആ മഹി, ഞാൻ മഹേട്ടിന് ചായ എടുത്ത് കൊടുക്കട്ടെ? ദേ മഹി, നകുല് ഗംഗയ്ക്ക് മാലയൊക്കെ വാങ്ങിക്കൊണ്ടാ വന്നിരിക്കുന്നെ. വാങ്ങിക്കൊണ്ട് വന്നതാണോ അതോ എവിടെന്നെങ്കിലും മോഷ്ടിച്ചതാണോന്ന് ആർക്കറിയാം? എന്താ മഹി നീ പറയുന്നേ? വീട്ടിൽ വന്ന ഒരാളോട് ഇങ്ങനെയാണ് പെരുമാറുന്നേ? നിനക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് വെച്ച നകുല് മോശക്കാരനാവോ? എന്താണ് സംഭവിച്ചതെന്നും നകുല് നിരപരാധിയാണെന്നും അന്ന് പറഞ്ഞതല്ലേ? അതൊന്നും സാരമില്ല ആന്റി. മഹി വെറുതെ തമാശ പറഞ്ഞല്ലേ. എന്നാലും ഇങ്ങനെ മറ്റുള്ളവരെ കുത്തി വേദനിപ്പിക്കുന്ന തമാശകള് പറയാൻ പാടുണ്ടോ? കോൾ എടുക്കുന്നില്ലേ? ഏയ്, അതത്ര ഇമ്പോർട്ടന്റ് കോളൊന്നും അല്ല. ഒട്ടും ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരുപാട് കോളുകള് നകുലിന് വരുന്നുണ്ട് അല്ലേ? മഹിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. അന്ന് അവന്റെ കൂട്ടുകാര് നകുലിനെ കുറിച്ച് പറഞ്ഞത് തലേ കയറ്റി വച്ചിരിക്ക. അതുകൊണ്ടാ ഇങ്ങനെ. സാരമില്ല ആന്റി. മോനിരിക്കെ, ഗംഗി ഇപ്പൊ വരും. ഞാനൊന്ന് അകത്തേക്ക് ചെല്ലട്ടെ. നകുൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്, അത് ഉറപ്പാ. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ആ, നകുലെന്നോ മറ്റോ ആണ് പേര്. അതും റിയൽ നെയിം ആണോന്ന് അറിയില്ല. ആണോ? ഈ റാസ്കലിന്റെ പേരിൽ ഇല്ലാത്ത കേസുകളില്ല. ഇപ്പൊ പരോളിലെന്തോ ഇറങ്ങിയതാ. പരോളിലോ? അതെ, പുരാവസ്തു ശേഖരണം, ക്ഷേത്രങ്ങളെക്കുറിച്ച് റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ആളായവൻ. അയ്യോ, ഇതെന്താ വിരലിന് പറ്റിയത്? ശരിയാണല്ലോ, ഇതെന്താ പറ്റിയത്? ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അത് ഡോറിൽ കുടുങ്ങിയതാ. മഹേട്ടാ, മഹേട്ടാ, ചായ. എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ എങ്ങനെ മഹേട്ടനോട് പറയും? അങ്ങനെ പറഞ്ഞ അത് ഞാൻ മുത്തശ്ശിക്ക് കൊടുത്ത വാക്കിനെതിരാവില്ലേ? ഈ വിവാഹം വേണ്ടെന്ന് വെക്കാൻ എങ്ങനെ ഞാൻ ഗംഗയോട് പറയും? മഹേട്ടനോട് മുത്തശ്ശിക്ക് കൊടുത്ത സത്യത്തിന്റെ കാര്യം പറഞ്ഞാലോ? ഗംഗയോടെല്ലാം തുറന്നു പറഞ്ഞാലോ? നിങ്ങൾ രണ്ടുപേരെ ഇങ്ങനെ ഒന്നിച്ച് കാണുന്നത് എനിക്കെന്ത് സന്തോഷാണെന്നറിയോ? ഇനി രണ്ടുപേരും എനിക്ക് ഒരുമിച്ച് ഒരു ഉമ്മ തന്നെ. കുറുമ്പി, നീ ഞങ്ങളെ പറ്റിച്ചല്ലേ? മഹേട്ടാ, ചായ കുടിക്ക്.
എന്താ ഇവിടെ? ഞാൻ ഗംഗയെ കാണാൻ വന്നതാ. ഇയാളോട് പോവാൻ പറ അച്ഛാ. ഇയാള് ഗംഗയെ കാണണ്ട. എന്തിനാ ഇയാളെ വീട്ടിൽ കയറ്റിയത്?